ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് എനിക്ക് ജിമ്മിൽ കയറ്റിയ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റെഗുലറായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫസ്റ്റ് വൺ എന്റെ ഫ്രണ്ട് തന്നെയാണ്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോന് ഭയങ്കര എനർജിയാണ്, ഇത്ര എനർജറ്റിക് ആയിട്ട് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു? രണ്ടാമത്തെ സിനാരിയോ, ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് വെയിറ്റ് പെട്ടെന്ന് താഴെ വെച്ചിട്ട് ആള് മയങ്ങിയിട്ട് അവിടെ ഇരുന്നു. രണ്ടുപേരെടുത്ത് ഞാൻ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്, ബ്രോ എന്താണ് പ്രീ വർക്ക്ഔട്ട് ആയിട്ട് കഴിച്ചത്? എന്റെ ഫ്രണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് 5:30 എണീറ്റു, ഒരു ഗ്ലാസ് വെള്ളവും ഒരു പഴമാണ് കഴിച്ചത്, 10 മണിക്കാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഇടയിൽ മീലൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഇതാണ് എന്റെ റെഗുലർ പ്രോട്ടീൻ. രണ്ടാമത്തെ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പ്രീ വർക്ക്ഔട്ട് മീലായിട്ട് കഴിച്ച ക്രിയാറ്റിൻ ആണെന്ന്. അപ്പൊ ഞാൻ പുള്ളി അടുത്ത് ചോദിച്ചു, ബ്രോ എന്താണ് ഒരു മേജർ മീൽ, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു മീല്, റൈസ്, ചിക്കൻ അല്ലെങ്കിൽ ബ്രെഡ്, ബനാന, അങ്ങനെ എന്തെങ്കിലും ഒരു ഫുൾ മീൽ എപ്പോഴാണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തലേ ദിവസം രാത്രിയാണ്, എന്നിട്ട് 10 മണിക്കാണ് പുള്ളി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ എനർജി കുറവിനും ഈ തല കറങ്ങി വീഴാനുള്ള കാരണം രണ്ടും ഒന്ന് തന്നെയാണ്, പ്രീ വർക്ക്ഔട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീ വർക്ക്ഔട്ട് മീൽ ഇല്ലാത്തത്. സോ പ്രീ വർക്ക്ഔട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഫ്യൂൽ എത്രമാത്രം ആ വണ്ടിക്ക് ഓടാൻ ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീ വർക്ക്ഔട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും, മസിൽ ലോസ് വരെ സംഭവിക്കും നമുക്ക്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ പ്രീ വർക്കൗട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഒരു ലിസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രീ വർക്കൗട്ട്, പ്രോപ്പർ പ്രീ വർക്കൗട്ട് ഇല്ലാതെ വർക്കൗട്ട് ചെയ്താലുള്ള ഇഷ്യൂസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്.